എറണാകുളം മറൈൻ ഡ്രൈവിൽ കൊച്ചിൻ സമ്മർ കാർണിവൽ നടക്കുന്ന എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഇന്നത്തെ വീഡിയോയിൽ അവിടുത്തെ കുറച്ച് കാഴ്ചകളാണ്. ഇവിടെ നിലവിൽ പേയാൻ പാർക്ക് സൗകര്യമാണുള്ളത്. ഫ്രീ പാർക്കിംഗ് ഇല്ല. മറൈൻ ഡ്രൈവിലത്തേക്ക് കൂടിയുള്ള പാർക്കിംഗ് ഇവിടെ തന്നെയാണ് വരുന്നത്. വൈകിട്ട് 4 മണി തൊട്ടാണ് പരിപാടി തുടങ്ങുന്നത്. 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ്. 5 വയസ്സിൽ മേലെയുള്ള എല്ലാവർക്കും 100 രൂപ വെച്ചാണ് ടിക്കറ്റ് വരുന്നത്. കൃത്യം 4 മണിയൊക്കെ ഇപ്പോൾ തന്നെ ടിക്കറ്റ് എടുത്ത് തുടങ്ങി. അപ്പോൾ ടിക്കറ്റ് എടുത്ത് നമ്മൾ നേരെ അകത്തേക്ക് കയറുവാണ്. ഇങ്ങനെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ ആദ്യം തന്നെ ഇതുപോലത്തെ ഒരു കവാടം കാണാൻ പറ്റും. അവിടെ നിന്ന് നമ്മൾ നേരെ നടന്ന് കയറുന്ന ഒരു പെറ്റ്സിൻ്റെയൊക്കെ ഒരു സെക്ഷനിലേക്കാണ്. ധാരാളം ബേഡ്സിനെയൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതൊക്കെ ഫ്രീ ആയിട്ട് പറന്ന് നടക്കുവാണ്. നിങ്ങൾക്ക് തന്നെ ഈ വീഡിയോയിൽ കാണാൻ മേളിൽ കൂടി ധാരാളം കിളികളൊക്കെ പറക്കുന്നത്. പിന്നെ ഇവിടെ ധാരാളം പെറ്റ്സ് പാമ്പുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് കണ്ട് ആസ്വദിക്കാനൊക്കെ സാധിക്കും. ഈ കാണുന്ന ഇഗ്വാനയാണ് നിലവിൽ കേരളത്തിൽ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും വലിയ ഇഗ്വാന എന്നൊക്കെ ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ധാരാളം ഇതുപോലത്തെ പാമ്പുകളൊക്കെ കാണാൻ പറ്റും. ഈ പാമ്പുകളെ മാത്രമാണ് ഇതുപോലത്തെ ചില്ലിൻ്റെ കൂട്ടിലിട്ടിരിക്കുന്നത്. ഞാൻ കുറച്ച് ദിവസം മുന്നേയുള്ളൊരു വീഡിയോയിൽ കണ്ടിരുന്നു പാമ്പിനെയൊക്കെ പിടിച്ച് ഫോട്ടോയൊക്കെ എടുക്കുന്നത്. പക്ഷേ നിലവിൽ ഞാൻ ചെന്ന ദിവസം അതിന് പറ്റിയില്ല. എനിക്ക് തോന്നുന്നു പാമ്പിനെ വെച്ച് ഫോട്ടോ എടുക്കുന്നതൊക്കെ നിർത്തിയെന്നാണ് തോന്നുന്നത്. നിലവിലിപ്പോൾ ബേഡ്സിൻ്റെ കൂടെ മാത്രമാണ് ഫോട്ടോ എടുപ്പിക്കുന്നത്. അതിന് എക്സ്ട്രാ ഒരു 50 രൂപയാണ് വരുന്നത്. നിങ്ങൾക്ക് ഇതിനൊക്കെ കുറച്ച് സമാനത്തിൽ കാണണമെങ്കിൽ കറക്റ്റ് 4 മണിയാകുമ്പോൾ തന്നെ ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്ത് കാണാൻ ശ്രമിക്കുക. കാരണം ധാരാളം ആൾക്കാരാണ് ഒന്നിച്ച് ഇതിൻ്റെ അകത്തേക്ക് കയറി വരുന്നത്. ക്രൗഡ് കൂടുന്തോറും ഇതിനോട് ഫോട്ടോ എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഒരു കോപ്പറേഷനും കുറഞ്ഞു കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യണമെങ്കിൽ ആദ്യമേ തന്നെ വരാൻ ശ്രമിക്കണം. ആൾക്കാർ കൂടുതലായിട്ടും ഇവിടെ സമയം സ്പെൻഡ് ചെയ്യുന്നത് ഈ പെറ്റ്സിൻ്റെ അടുത്ത് തന്നെയാണ്. വേറെയും കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലും ധാരാളം ആൾക്കാർ ഇവിടെ തന്നെ 1-2 തവണയൊക്കെ നിന്ന് കാണുന്നുണ്ട്. ശരിക്കും ഇത് വെറുതെ തന്നെയാണ്. 100 രൂപയുള്ള ആകെ. പക്ഷെ നമുക്ക് കുറേ സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാനുണ്ട്. ഇതുപോലത്തെ പെറ്റ്സിൻ്റെയും പിന്നെ അപ്പുറത്ത് തന്നെയായിട്ട് വേറെ കുറേ പരിപാടിയൊക്കെ ഉണ്ട്. നമ്മുടെ എറണാകുളത്ത് ഇപ്പോൾ അടിപൊളി പരിപാടികളൊക്കെയാണ് വരുന്നത്. ഓരോ വർഷവും ഒന്നിനൊന്ന് മികച്ചായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങളും ഓരോ ഇവൻറ്റ്സും ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇനി വരും വർഷങ്ങളിലൊക്കെ ഇതിൽ നന്നായിട്ടുള്ള ഓരോ പരിപാടികളൊക്കെ നമുക്ക് കാണാൻ പറ്റുമെന്ന് കരുതാം. ഈ പറക്കാതെ റെസ്റ്റ് എടുക്കുന്ന കിളികളെയൊക്കെ ഈ പയ്യൻ വന്നിട്ട് ഇതുപോലെ കിറ്റായിട്ട് വന്ന് ഓടിച്ചു വിടുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഇഗ്വാനയാണിത്. ഇതത്ര വലിയ ആക്റ്റീവ് അല്ല. ഇതിങ്ങനെ കിടക്കുവാണ്. ഇതാണ് നിലവിൽ ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ഇഗ്വാന എന്നൊക്കെയുള്ള ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. 4 മണിക്ക് ഞാൻ കൃത്യം കയറിയതാണ്. ഒരു 4:30 ആയപ്പോഴുള്ള തിരക്കാണ് ഈ കാണുന്നത്. ഇതുപോലെ പെറ്റ്സിൻ്റെ അടുത്തൊക്കെ നമുക്ക് കഷ്ടപ്പെട്ട് നിന്ന് കാണേണ്ട ഒരു അവസ്ഥയാണ്. അത്രയും തിരക്കാണ്. ഇവിടെ നേരെ നമ്മൾ പോകുന്നത് ഒരു മത്സ്യകന്യകയുടെ അടുത്തേക്കാണ്. ഈ മത്സ്യകന്യക അടിപൊളിയാണ്. നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ നല്ല രീതിക്ക് പോസും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. ധാരാളം ആൾക്കാർ അതിനടുത്ത് തന്നെ കുറേ നേരം നിൽക്കുന്നുണ്ട്. അത്ര വലിയ കൂടൊന്നുമല്ല. നമുക്ക് കുറേ പേർക്ക് ഒത്തിരി ഇവിടെ നിന്ന് കാണാനൊക്കെ സാധിക്കും. നല്ലൊരു പരിപാടി തന്നെയാണിത്. പക്ഷേ ഇവരെന്തായാലും സമ്മതിക്കണം. കാരണം കുറേ നേരം ഇങ്ങനെ കണ്ടിന്യൂസ് വെള്ളത്തിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. എന്തു തന്നെയാണെങ്കിലും അടിപൊളി പരിപാടിയാണ്. ധാരാളം ആൾക്കാർ ഇങ്ങനെ ഗ്ലാസിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാനും അല്ലാണ്ട് പോസ് ചെയ്യാനൊക്കെ നിൽക്കുന്നുണ്ട്. അവരതിനോട് തന്നെ സഹകരിച്ച് നന്നായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ കുറച്ച് കാര്യങ്ങളും കണ്ടു കഴിഞ്ഞു. നമ്മളിനി പോകുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലുതെന്ന് ഇവർ അവകാശപ്പെടുന്ന ഡോം തിയേറ്ററിൻ്റെ ഒരു സെറ്റപ്പിലേക്കാണ്. ഇതിനിതുപോലെ റാക്കൊക്കെ കെട്ടി വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് ഞാൻ കണ്ടപ്പോൾ അതിശയിച്ചു. പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് എനിക്ക് അതിൻ്റെ യഥാർത്ഥ അവസ്ഥ മനസ്സിലായത്. ഇതുപോലെ കയറി ചെന്ന് നമ്മളീ കാണുന്നത് അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ്. ഒരു 10-20 മിനിറ്റ് നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു കാഴ്ചകളാണ് കാണാൻ പറ്റുന്നത്. കുട്ടികളൊക്കെ ധാരാളമായിട്ട് ഇത് എൻജോയ് ചെയ്യുന്നുണ്ട്. ഒത്തിരി ആൾക്കാർ ചെറിയ കുട്ടികളൊക്കെ പേടിച്ച് കരയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതാരും ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു അടിപൊളി കാര്യമാണ്. എറണാകുളത്തൊക്കെ ഇത് ആദ്യമായിട്ടാണ് വരുന്നതെന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഓരോന്ന് കഴിയുമ്പോൾ നമ്മൾ ഇറങ്ങിപ്പോവാൻ നിൽക്കണ്ട. ഇത് കഴിയുമ്പോൾ അവർ തന്നെയായിട്ട് പറയും. അപ്പം നമ്മൾ ഇറങ്ങിയാൽ മതി. അതുവരെ പുറത്തു നിന്ന് ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുമായിരിക്കും. നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞിട്ട് മാത്രമേ അവരെയൊക്കെ ഇങ്ങോട്ട് കയറ്റുള്ളൂ. ഒരു നിശ്ചിത അളവിൽ മാത്രമേ ഇങ്ങോട്ട് ആളെ കയറ്റുന്നുള്ളൂ. നമ്മൾ കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴുള്ള കാഴ്ചയാണിത്. അതിനകത്തേക്ക് കയറാൻ വേണ്ടിയുള്ള ക്യൂ ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യമേ വരുമ്പോൾ തന്നെ ഇവിടെ കയറിയാൽ അത്രയും നല്ലതാണ്. അല്ലെങ്കിൽ ഈ ക്യൂ നിന്ന് പെടേണ്ടി വരും. പിന്നെ നമ്മൾ പോകുന്നത് ഈ റോബോട്ടിൻ്റെ ഒരു സെക്ഷനിലേക്കാണ്. റോബോട്ടിൻ്റെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോയിൽ കുറേ റോബോട്ടുകളെ കണ്ടിരുന്നു. പക്ഷേ നിലവിൽ ഞാൻ ചെന്ന സമയത്ത് ഈ ഷെയ്ക്കാൻ്റെ വരാൻ വേണ്ടി വരുന്ന ഈ ഒരു റോബോട്ടിനെ മാത്രമേ കണ്ടുള്ളൂ. അതൊക്കെ തുടങ്ങിയ ദിവസങ്ങളിലുള്ളൊരു കാഴ്ചയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഒന്നിനും കാണുന്നില്ല. ആകെ ഒരു ഇത് മാത്രം. പിന്നെ നമ്മൾ നോർമലി ഷോപ്പുകളിലേക്കാണ് പോകുന്നത്. സാധാരണ നമ്മൾ മേളകളിലൊക്കെ കണ്ടുവരുന്ന പോലെ വീട്ടു സാധനങ്ങളും അല്ലാതെ ബുക്സും ഫുഡ് ഐറ്റംസും ഒക്കെ വിൽക്കുന്ന ഷോപ്പുകളും സ്റ്റാളുകളൊക്കെയാണ് പിന്നീട് അങ്ങോട്ട്. എന്ന് പറഞ്ഞാൽ അധികമൊന്നുമില്ല. കാരണം ഇതിൻ്റെ ഒരു 70% സ്ഥലവും ഇതുപോലത്തെ എൻ്റർടൈൻമെൻറ്റിനുള്ള ആക്ടിവിറ്റീസിനൊക്കെ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സ്റ്റാളുകൾ വളരെ കുറവാണ്. ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ അച്ചാറിൻ്റെയും പിന്നെ ഇതുപോലെ വറുത്തതും പൊരിച്ചതും ഒക്കെ ആയിട്ടുള്ള കുറച്ച് ഫുഡ് ഐറ്റംസിൻ്റെയൊക്കെ സ്റ്റാളുകൾ മാത്രമാണ്. പിന്നെ ഇത് ഏറ്റവും ലാസ്റ്റായിട്ട് തന്നെ ഒരു ഓപ്പൺ ഫുഡ് കൗണ്ടറും ഉണ്ട്. ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വൈകിട്ടൊക്കെ വരുവാണെങ്കിൽ മേടിച്ച് കഴിക്കാനൊക്കെ സാധിക്കും. പിന്നെ നമ്മളിവിടെ നേരെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് മരണക്കിണറിൻ്റെ ഒരു സെറ്റപ്പൊക്കെ കാണാൻ പറ്റും.
പക്ഷേ ഇതൊക്കെ രാത്രിയാണ് കൂടുതലായിട്ട് ഓണാക്കുന്നത്. സന്ധ്യയൊക്കെ ആയി കഴിയുമ്പോഴാണ് ഇവിടെ കൂടുതലായിട്ട് ലൈറ്റൊക്കെ ഇടുന്നത്. അപ്പോൾ കുട്ടികളെയൊക്കെ ആയിട്ട് ഇതേപോലത്തെ പർപ്പസിനൊക്കെ വരുന്നവർ ഈവനിങ് സന്ധ്യയായിട്ട് വരുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇവിടെ ഇത്തവണ വന്നൊരു പരിപാടിയാണ് ഈ സ്കൈ ഡൈനിങ്. 200 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത്. ആദ്യമായിട്ടാണ് ഇത് കൊച്ചിയിൽ വരുന്നത്. ഇതൊന്നും എല്ലാവരും കയറി എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ കാഴ്ചകൾ. നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.